നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊട്ടിക്കലാശത്തിന് സമാധാനപരമായി സമാപനം. ഇനി നിശബ്ദ പ്രചരണം. 2-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക്. പി കരുണാകരൻ MPയെ വോട്ട്കാടിയിൽ തടഞ്ഞു. പരാജയ ഭീതി മൂലമെന്ന് കരുണാകരൻ. KM മാണി രാജിവെക്കേണ്ടതില്ലെന്ന് ജനതാദൾ U നേതാവ് MP വീരേന്ദ്രകുമാർ. മോദി സർക്കാർ വർഗീയത പടർത്തുന്നുവെന്നും വീരേന്ദ്രകുമാർ. കുഡ്ലു ബാങ്ക് കവർച്ച. 630 ഗ്രാം സ്വർണം കൂടി കണ്ടെടുത്തത് തമിഴ്നാട്ടിൽ നിന്ന്. സ്വർണം കോടതിയിൽ ഹാജരാക്കി. കള്ളവോട്ട് ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്ന് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ. തെരഞ്ഞെടുപ്പ് ചട്ടം കൃത്യമായി പാലിക്കണമെന്നും മുഖ്യവരണാധികാരി. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള കൊട്ടിക്കലാശം സമാപിച്ചു. നവംബർ 2-നാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 9,52,173 വോട്ടർമാർ അന്നേ ദിവസം പോളിംഗ് ബൂത്തിലേക്ക്. ആത്മവിശ്വാസത്തോടെ മുന്നണികൾ. നവംബർ 2-ന് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ഭാഗമായുള്ള പരസ്യപ്രചാരണം ശനിയാഴ്ച വൈകിട്ട് അവസാനിച്ചു. മുന്നണികളിലെ തർക്കവും സ്ഥാനാർത്ഥി നിർണയം വൈകിയതും കാരണം തുടക്കം മന്ദഗതിയിലായിരുന്നുവെങ്കിലും ഇപ്പോൾ ആവേശത്തിന് ഒട്ടും കുറവില്ല. BJP SNDP കൂട്ടുകെട്ടും ബീഫ് വിഷയവും ഇപ്പോൾ ബാർക്കോഴ കേസും പ്രചാരണ ആയുധമാക്കിയായിരുന്നു നേതാക്കളുടെ പ്രചരണം. ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് പരസ്യപ്രചാരണം അവസാനിച്ചതോടെ സ്ഥാനാർത്ഥികൾക്ക് നിശബ്ദ പ്രചരണത്തിലൂടെ വോട്ടർമാരെ കൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ മുന്നണികളിലും പെട്ട നേതാക്കൾ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. തങ്ങൾ മികച്ച നേട്ടമുണ്ടാക്കുമെന്ന് UDF പറയുമ്പോൾ വിലക്കയറ്റം മൂലം പൊറുതിമുട്ടുന്ന സാധാരണക്കാരുടെ വോട്ട് ഇത്തവണ ഇടതുമുന്നണിക്കായിരിക്കുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ LDF വൻ വിജയം നേടുമെന്നും അവകാശപ്പെടുന്നു. അതേസമയം BJP ആകട്ടെ നില മെച്ചപ്പെടുത്തി ഇരു മുന്നണികളിൽ നിന്നും കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കുമെന്നും അവകാശപ്പെടുന്നു. സമാപനം സമാധാനപരമായിരിക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്താൻ ജില്ലാ പോലീസ് മേധാവിക്ക് മുഖ്യവരണാധികാരി കൂടിയായ കളക്ടർ PS മുഹമ്മദ് സഗീർ നിർദ്ദേശം നൽകിയിരുന്നു. വോട്ടർമാരുടെ മനസ്സറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആരെ കീഴ്പ്പെടുത്തുമെന്ന് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക് KCN. കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന P കരുണാകരൻ MPയെ ഒരു പറ്റം ആളുകൾ തടഞ്ഞു. വോർക്കാടി പാത്തൂർ ബാത്തിമൂലയിൽ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും ഇടതുമുന്നേറ്റത്തെ തടയാനാവില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ. 5 കൊല്ലം കൊണ്ട് എന്ത് ഈ നാട്ടിലേക്ക് വിസിറ്റ് ചെയ്തില്ല? ഇന്ന് രാത്രി വരാൻ കാരണം കുടുംബയോഗത്തിൽ പങ്കെടുത്ത് മടങ്ങി വരികയായിരുന്ന P കരുണാകരൻ MPയെയും നേതാക്കളെയും വഴിയിൽ തടഞ്ഞു. വോർക്കാടി പാത്തൂർ ബാത്തിമൂലയിൽ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഇതുവരെ ഇതിനു മുമ്പെങ്കിലും വരാത്ത സാർ 5 കൊല്ലം ഈ നാട്ടിലേക്ക് 1 രൂപന്റെ ഫണ്ട് പോലും ഈ നാട്ടിലേക്ക് സാർ ചെയ്തിട്ടില്ല. ഞങ്ങൾ മാന്യമായി സ്നേഹത്തോടു കൂടി സാറിനോട് ചോദിക്കുകയാണ്. കാരണം ഞങ്ങൾ MP 5 വർഷത്തിന് ശേഷം ഇന്നാണ് കാണുന്നത്. 10 വർഷമായി കഴിഞ്ഞാലും ഞങ്ങൾ കണ്ടിട്ടില്ല. പാസ്പോർട്ട് ഓഫീസ് കാസർഗോഡ് ഉണ്ടായതിനെ പോയിട്ട് അങ്ങോട്ടിട്ട് നിങ്ങൾ അതൊക്കെ ഈ ബാക്കിലിരിക്കുന്ന ആൾക്കറിയാം. അപ്പോൾ കുറച്ച് കിടക്കറിയാം. നിങ്ങൾ ഇതാക്കി ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ MP എന്തിനു വന്നു എന്ന ചോദ്യവുമായാണ് ഒരു പറ്റം ആളുകൾ MPയെ തടഞ്ഞത്. വോർക്കാടിയിലെ തെരഞ്ഞെടുപ്പ് ചുമതല CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ P ജനാർദ്ദനാണ്. P കരുണാകരനോടൊപ്പം P ജനാർദ്ദനും പ്രാദേശിക CPM നേതാക്കളും ഉണ്ടായിരുന്നു. കുടുംബയോഗങ്ങളാണ് CPM അവസാന നിമിഷങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചു വരുന്നത്. അതിന്റെ ഭാഗമായുള്ള കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് P കരുണാകരനെ തടഞ്ഞുവെച്ചത്. ഇത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും ഇടതുമുന്നണിയുടെ മുന്നേറ്റത്തെ തടയാനാവില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണി മുഴക്കിയതായും നേതാക്കൾ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ് P കരുണാകരൻ MP. വർഗീയതയുടെ ഭീഷണി ഇന്ന് വീടുകളിലെ തീന്മേശയ്ക്ക് മുന്നിൽ പോലും എത്തിയതായി ജനതാദൾ U നേതാവ് MP വീരേന്ദ്രകുമാർ. കാഞ്ഞങ്ങാട്ട് UDF പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വീരേന്ദ്രകുമാർ. KM മാണി രാജിവെക്കേണ്ടതില്ലെന്നും വീരേന്ദ്രകുമാർ. വർഗീയതയുടെ ശക്തികൾ ഇന്ന് നമ്മുടെ ഭക്ഷണശീലത്തെയും യാത്രകളെയും സംസാരങ്ങളെ പോലും ഭീഷണിയിൽ നിർത്തുന്നതായി MP വീരേന്ദ്രകുമാർ പറഞ്ഞു. നമ്മുടെ പാരമ്പര്യം ഇതല്ല. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഉണ്ടും ഉറങ്ങിയും കഴിയുന്ന ജീവിതമാണ് നമ്മൾ നയിച്ചിരുന്നത്.
ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാനാവില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു ചായപ്പീടിയ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കുറച്ച് ദിവസം വാതിലടയ്ക്കാന്നല്ലേ, ഞാൻ എന്തിനാ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്നാണ് നോക്കി നിൽക്കേണ്ടത്. തല്ലിക്കൊല്ലുന്നു, രാത്രിയിൽ ഒരാളെ തല്ലിക്കൊന്നു, ഗോമാംസം തിന്നു. അത്ര കേരള ഹൗസിൽ അടുക്കളയിൽ കിടന്ന് നോക്കി അവിടെ എന്താ വെച്ചുണ്ടാക്കുന്നത്, ആ സംഭവമൊക്കെ നിങ്ങൾക്ക് പറയാം. അതിന് ന്യായീകരിക്കാൻ ആളുകൾ വന്നു. കൊവ്വൽ സ്റ്റോറിൽ നടന്ന പ്രചരണ യോഗത്തിൽ അഡ്വക്കേറ്റ് CK ശ്രീധരൻ, MS ഐനാർ, M കുഞ്ഞമ്പാടി, ചന്ദ്രൻ പനങ്കാവ്, M കുമാരൻ, മോഹനൻ നായർ, പനങ്കാവ് കൃഷ്ണൻ, K ദിവ്യ, K കോരൻ, KV സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുഡ്ലു ബാങ്ക് കവർച്ച. മുഖ്യപ്രതി മുജീബിന്റെ സഹായത്തോടെ 630 ഗ്രാം സ്വർണം കൂടി കണ്ടെടുത്ത സ്വർണം ശനിയാഴ്ച കോടതിയിൽ ഹാജരാക്കി. തമിഴ്നാട്ടിലെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് സ്വർണം കണ്ടെടുത്തത്. കുഡ്ലു ബാങ്കിൽ നിന്നും കൊള്ളയടിച്ച സ്വർണത്തിൽ 630 ഗ്രാം സ്വർണം കൂടി അന്വേഷണ സംഘം കണ്ടെടുത്തു. മുഖ്യപ്രതി ചൌക്കി സ്വദേശി മുജീബിന്റെ സഹായത്തോടെ തമിഴ്നാട്ടിൽ നിന്നാണ് സ്വർണം കണ്ടെടുത്തത്. മറ്റൊരു പ്രതിയായ എറണാകുളം സ്വദേശി ജോമോന്റെ കാമുകിയായിരുന്ന വല്ലിയുടെ പേരിലാണ് തമിഴ്നാട്ടിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്വർണം പണയം വെച്ചിരുന്നത്. ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണത്തിലുണ്ടായിരുന്ന സ്ലിപ്പുകൾ ഊട്ടി റോഡിൽ തള്ളിയതായും മുജീബ് മൊഴി നൽകിയിട്ടുണ്ട്. 300 ഗ്രാമോളം സ്വർണം കഴിഞ്ഞ ദിവസവും കണ്ടെടുത്തിരുന്നു. അന്വേഷണ ചുമതലയുള്ള CI PK സുധാകരൻ, CI സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തമിഴ്നാട്ടിലെത്തി സ്വർണം കണ്ടെടുത്തത്. ശനിയാഴ്ച രാവിലെ ജില്ലയിലെത്തിയ അന്വേഷണ സംഘം സ്വർണം ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കി. തമിഴ്നാട്ടിലെ ഉദുമൽപേട്ട, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ 7ഓളം ധനകാര്യ സ്ഥാപനങ്ങളിലാണ് സ്വർണം പണയം വെച്ചിരുന്നത്. ജോമോനെ കൂടി കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ കൂടുതൽ തെളിവുകൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. കള്ളവോട്ട് ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ. നാട്ടിലില്ലാത്തവരുടെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്താൽ അവർക്കെതിരെയും നടപടിയെന്ന് കളക്ടർ. തെരഞ്ഞെടുപ്പ് ചട്ടം കർശനമായി പാലിക്കണമെന്നും മുഖ്യവരണാധികാരി. നാട്ടിലില്ലാത്തവരുടെ തിരിച്ചറിയൽ കാർഡ് കൊണ്ട് കള്ളവോട്ട് ചെയ്താൽ വോട്ട് ചെയ്തവർ മാത്രമല്ല കാർഡുടമയും കുടുങ്ങും. രാഷ്ട്രീയക്കാർ നൽകുന്ന ഭക്ഷണം കഴിച്ചാൽ പോളിംഗ് ഓഫീസർക്കും വീഴും കുടുക്ക്. നിഷ്പക്ഷമായ തിരഞ്ഞെടുപ്പ് നടത്താൻ ഇത്തരം കർശന നടപടികൾക്കാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. മരിച്ചുപോയവരും ഗൾഫിലുള്ളവരുമാണ് നാട്ടിൽ കള്ളവോട്ട് ചെയ്യാൻ വരുന്നവരിലേറെയും. രണ്ടു കൂട്ടരുടെയും തിരിച്ചറിയൽ കാർഡുകൾ ദുരുപയോഗം ചെയ്താണ് രാഷ്ട്രീയക്കാർ കള്ളവോട്ട് ചെയ്യുന്നത്. കള്ളവോട്ട് ചെയ്തതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തെന്ന വകുപ്പ് ചേർത്താവും ഇവർക്കെതിരെ കേസെടുക്കുക. ക്രിമിനൽ കേസായതിനാൽ വിദേശത്തെ ജോലിയടക്കം നഷ്ടമായേക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. വോട്ടെടുപ്പ് ദിവസം സ്ഥലത്തെ രാഷ്ട്രീയ കക്ഷികളുടെ സൽക്കാരം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർക്കുമുണ്ട് മുന്നറിയിപ്പ്. ഇത്തവണ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കാൻ പോലീസ് സംവിധാനവും ഉണ്ടാകും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ജില്ലയൊരുങ്ങി. 321 പ്രശ്നബാധിത ബൂത്തുകളും 31 അതീവ പ്രശ്നബാധിത ബൂത്തുകളും ജില്ലയിലുള്ളതായി കണക്കാക്കുന്നു. പ്രശ്നബാധിത ബൂത്തുകളിൽ സുരക്ഷ ഒരുക്കുന്നതിനായി 2362 അംഗ പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ജില്ലയിൽ നവംബർ 2 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മിക്ക വാർഡുകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. 103 പേരാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് മാത്രം പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 3715 പേരാണ് മത്സരരംഗത്തുള്ളത്. കാസർഗോഡ് ജില്ലയിൽ വിവിധ പഞ്ചായത്തുകളിലായി 321 പ്രശ്നബാധിത ബൂത്തുകളും 31 അതീവ പ്രശ്നബാധിത ബൂത്തുകളും ഉള്ളതായാണ് കണക്ക്. പ്രശ്നബാധിത ബൂത്തുകളിൽ സുരക്ഷ ഒരുക്കുന്നതിനായി 2362 അംഗ പോലീസ് സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത്. എത്തിച്ചേരാൻ പ്രയാസമുള്ള തരത്തിൽ 20 ബൂത്തുകളും ഉണ്ടെന്ന് പോലീസ് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു. കേന്ദ്രസേനയെ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും കണ്ണൂർ ജില്ലയിലേക്ക് അനുവദിക്കുന്ന സംഘത്തിൽ നിന്ന് സേവനം ലഭ്യമാക്കാനാണ് നീക്കം. ജില്ലയിൽ 9,52,173 വോട്ടർമാർ ജനവിധി രേഖപ്പെടുത്തും. വോട്ടെടുപ്പിനായി 1403 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിനായി 5612 ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലെ 17 ഡിവിഷനുകളിലേക്കും 6 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 83 ഡിവിഷനുകളിലേക്കും 3 മുനിസിപ്പാലിറ്റികളിലെ 113 വാർഡുകളിലേക്കും 38 ഗ്രാമപഞ്ചായത്തുകളിലെ 664 വാർഡുകളിലേക്കുമാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 38 പഞ്ചായത്തുകളിൽ 18 ഇടങ്ങളിൽ UDF-നാണ് ഭരണം. 15 പഞ്ചായത്തുകളിൽ CPM ഭരിക്കുമ്പോൾ 3 പഞ്ചായത്തുകളിൽ BJP ആണ് അധികാരത്തിൽ. ഈസ്റ്റ് ഏരിയയിൽ വികസന മുന്നണിയും വലിയ പറമ്പ് പഞ്ചായത്തിൽ ആദ്യം UDF-ഉം പിന്നീട് LDF-ഉം അധികാരത്തിലെത്തി. 10 പഞ്ചായത്തുകളിൽ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റാണ് അധികാരത്തിൽ. 8 പഞ്ചായത്തിൽ കോൺഗ്രസും.
15 പഞ്ചായത്തുകളിൽ CPM നേരിട്ട ഭരണത്തിലാണ്. ഇവയിൽ ബേഡെടുക്ക, കയ്യൂർ ചീമേനി, പിരിക്കോട് എന്നിവിടങ്ങളിൽ മുഴുവൻ സീറ്റും CPM പിടിച്ചെടുത്തിരുന്നു. മധൂർ, കാറടുക്ക, പൈവലികെ പഞ്ചായത്തുകൾ BJP ആണ് ഭരിക്കുന്നത്. 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കാഞ്ഞങ്ങാട്, കാറടുക്ക, നീലേശ്വരം എന്നിവ ഇടതിനും, മഞ്ചേശ്വരം, പരപ്പ, കാസർഗോഡ് എന്നിവ UDFനും ഒപ്പം തുടരാനാണ് സാധ്യത. തുടർച്ചയായ 3 വട്ടം ജില്ലാ പഞ്ചായത്ത് LDFിനൊപ്പമാണ്. 16-ൽ 9 സീറ്റാണ് LDF നേടിയത്. ജില്ലാ പഞ്ചായത്തിലേക്ക് കോൺഗ്രസ് 7ഇടത്തും മുസ്ലിം ലീഗ് 8 സീറ്റുകളുമായാണ് മത്സരത്തിനുള്ളത്. CMPയും ജനതാദൾ യുണൈറ്റഡും 1 വീതം ഡിവിഷനുകളിൽ UDFനായി രംഗത്തുണ്ട്. കാസർഗോഡ് നഗരസഭയിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെയാണ് ലീഗ് അധികാരത്തിൽ വന്നത്. ഇവിടെ മുഖ്യ പ്രതിപക്ഷമായി BJP ആണ് രംഗത്തുള്ളത്. നീലേശ്വരം നഗരസഭയാകട്ടെ CPMന്റെ ഉറച്ച കോട്ടയുമാണ്. ന്യൂസ് ഡെസ്ക് KCN. പോഷകാഹാര വാരാഘോഷത്തിന്റെ ഭാഗമായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കുമ്പള GUP സ്കൂളിൽ ശനിയാഴ്ചയായിരുന്നു ക്ലാസ്. ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിൽ നടത്തിയ ബോധവൽക്കരണ ക്ലാസ്സിൽ നിരവധി പേർ പങ്കെടുത്തു. കുട്ടികളുടെ പോഷകാഹാര വാരാഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് ICDSന്റെ കുമ്പള പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്കണവാടി അധ്യാപികമാർക്ക് പരിശീലനവും പോഷകാഹാര പ്രദർശനവും സംഘടിപ്പിച്ചു. GUP സ്കൂൾ കുമ്പളയിൽ ശനിയാഴ്ച ആയിരുന്നു പരിപാടി. കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ചും അവർക്ക് നൽകേണ്ടുന്ന പോഷകാഹാരങ്ങളെക്കുറിച്ചുമുള്ള ക്ലാസുകളും നടന്നു. 70ഓളം വരുന്ന ന്യൂട്രിമിക്സ് പോഷകാഹാരങ്ങളുടെ പ്രദർശനവും ഉണ്ടായി. കുട്ടികളുടെയും സ്ത്രീകളുടെയും അവകാശങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് ദിനേശും കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥനായ അഷ്റഫും ക്ലാസ് എടുത്തു. നിരവധി പേർ സംബന്ധിച്ചു. പരിപാടിയെക്കുറിച്ച് ICDS ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഷെരീന്ത ഷെരീഫ് KCN ന്യൂസിനോട്. ICDS കാസർഗോഡിൻ്റെ കീഴിൽ ഉള്ള കുമ്പള പഞ്ചായത്തിൽ നടക്കുന്ന ന്യൂട്രീഷൻ വാരാചരണവും എക്സിബിഷനും പഞ്ചായത്ത് തല എക്സിബിഷനുമാണ് ഇവിടെ നടക്കുന്നത്. കുമ്പള പഞ്ചായത്തിൽ 41 അംഗൻവാടികളാണ് ഉള്ളത്. 41 അംഗൻവാടികളും ചേർന്നിട്ട് നമ്മുടെ ഇവിടെ ന്യൂട്രീഷനെ സംബന്ധിച്ചുള്ള കൂടുതൽ ആയിട്ടുള്ള ആഹാരങ്ങളെ പറ്റിയും ICDSന്റെ സേവനങ്ങളും ലക്ഷ്യങ്ങളും പിന്നെ തീമിനെ പറ്റിയും കുട്ടികൾക്ക് എങ്ങനെ ക്ലാസ് എടുക്കുന്നു എന്ന തീമിനെ പറ്റി അവരുടെ വളർച്ച രേഖാ ചാർട്ടിനെ പറ്റിയൊക്കെയാണ് ഇന്നിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ജില്ലാ ഫുട്ബോൾ അസോസിയേഷന് പ്രവാസി സ്പോൺസർഷിപ്പ് ലഭിച്ചതായി DFA. കാസർഗോഡ് സ്വദേശിയായ ഷിഹാബാണ് പുതിയ സ്പോൺസർ. ഷിഹാബ് ഗൾഫിലെ വ്യവസായിയാണ്. വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പുതിയ പ്രവാസി സ്പോൺസർ വരുന്ന 4 വർഷത്തേക്കുള്ള ജില്ലയുടെ സീനിയർ ജൂനിയർ യൂത്ത് ടീമിന്റെയും ജില്ലാ ലീഗ് മത്സരങ്ങൾക്കുമാണ് സ്പോൺസർ മുന്നോട്ട് വന്നത്. കാസർഗോഡ് സ്വദേശിയും ദുബായിൽ വ്യവസായിയും ശുക്രിയ ട്രാവൽസ് ചെയർമാനുമായ ഷിഹാബ് ആണ് പുതിയ സ്പോൺസർ. അദ്ദേഹം നിലവിൽ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ അഡ്വൈസറി ബോർഡ് ചെയർമാനാണ്. 2 ഇന്റർനാഷണൽ താരങ്ങളടക്കം നിരവധി സംസ്ഥാന താരങ്ങളെ സംഭാവന ചെയ്ത ജില്ലയ്ക്ക് പുത്തൻ ഉണർവ് ലഭിക്കുന്നതാണ് ഈ സ്പോൺസർഷിപ്പ്. റിലേറ്റഡ് ടു ഒരു ലഹരിക്കായിട്ട് പോകുന്നത് ഒഴിവാക്കിയിട്ട് അതിനെങ്ങനെ സ്പോർട്സിലേക്ക് കൊണ്ടുവരാന്നുള്ള അതിനെ ഫ്ലറിഷായിട്ട് കൊണ്ടുവന്ന ഒരു മാഗസിന് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു DFA. അത് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഒരു DFA ചെയ്യുന്നത് അത് ഫസ്റ്റ് ടൈമാണ് ആ ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് PC ആസിഫ്, മുൻ പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനുമായ TE അബ്ദുള്ള, മുൻ സന്തോഷ് ട്രോഫി താരവും ഏനപ്പോയ യൂണിവേഴ്സിറ്റി ഡയറക്ടറുമായ പ്രൊഫസർ PCM കുഞ്ഞി തുടങ്ങിയവർ പങ്കെടുത്തു. രംഗചിന്നാരി കാസർഗോഡിന്റെ നേതൃത്വത്തിൽ സംഗീത സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2 ദിവസങ്ങളിലായാണ് പരിപാടി. നവംബർ 7, 8 തീയതികളിലാണ് സംഗീത സമ്മേളനം. നഗരസഭാ കോൺഫറൻസ് ഹാളിലാണ് പരിപാടി നടക്കുന്നത്. രംഗചിന്നാരി കാസർഗോഡ് കന്നഡ സാംസ്കാരിക വിഭാഗം മംഗലാപുരം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ 2 ദിവസത്തെ സംഗീത സമ്മേളനം സുസ്വര നവംബർ 7, 8 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ കോൺഫറൻസ് ഹാളിലാണ് പരിപാടി. 7-ാം തീയതി നടക്കുന്ന പരിപാടി ബലവന്തറാവ് പട്ടീൽ ഉദ്ഘാടനം ചെയ്യും. സുസ്വര എന്ന് പറയുന്ന ഒരു സംഗീത സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നവംബർ 7 പിന്നെ 8-ാം തീയതി ഞങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. നവംബർ 7-ാം തീയതി ഈവനിങ്
4 o'clock ഞങ്ങൾ സമ്മേളനം തുടങ്ങുന്നു. കന്നഡ കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോയിൻറ്റ് ഡയറക്ടർ ബലവന്തറാവ് പാട്ടീൽ ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. കേശവാനന്ദ ഭാരതി സ്വാമിജി 8-ാം തീയതി സമാപനം ഇതിൽ വന്ന് ആശീർവചനം ചെയ്യും. എല്ലാം വിദ്വാൻ ബാബുറയോട് കാസർഗോഡിൻ്റെ ഏകദേശം ഒരു 50 ആർട്ടിസ്റ്റുമാരെ ഞങ്ങൾ ആ ദിവസം ആദരിക്കുന്ന ചടങ്ങും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചടങ്ങിൽ കാസർഗോഡ് ചിന്ന, സത്യനാരായണ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, മനോഹർ ഷെട്ടി എന്നിവർ സന്നിഹിതരാകും. ചടങ്ങിൽ വെച്ച് ദേവഭക്ത പ്രഭു, ശ്രീലത പ്രഭു എന്നിവരെ ആദരിക്കും. തുടർന്ന് പ്രശസ്തരുടെ സംഗീത കച്ചേരി അരങ്ങേറും. സമാപന പരിപാടിയിൽ എടനീർ മഠാധിപതി കേശവാനന്ദ ഭാരതി മുഖ്യാതിഥിയായിരിക്കും. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പി വിജയൻ ശനിയാഴ്ച വിരമിച്ചു. തുടക്കം മുതലേ സെക്രട്ടറിയായി ജോലി ചെയ്ത് വിരമിച്ച അപൂർവം വ്യക്തികളിൽ ഒരാളാണ് ഇദ്ദേഹം. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന പി വിജയൻ കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. സഹകരണ ജീവനക്കാർക്കായുള്ള ഭവന വായ്പാ സഹകരണ സംഘം സ്ഥാപിച്ച് അതിന്റെ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇദ്ദേഹം. സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 4-5 തീയതികളിലായാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേതാക്കളിൽ പ്രമുഖനും SYS സംസ്ഥാന ട്രഷററും നിരവധി മഹല്ലുകളുടെ കാദിയുമായിരുന്ന കാദി സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുടെ 40-ാം ദിന അനുസ്മരണ സമ്മേളനം നവംബർ 4-5 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അദ്ദേഹത്തിന് സമൂഹം നൽകുന്ന ഒരു അംഗീകാരം എന്ന നിലയിൽ വിപുലമായ ഒരു അനുസ്മരണ പ്രാർത്ഥനാ സമ്മേളനം ഈ വരുന്ന 4-5 തീയതികളിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമായ മഞ്ചേശ്വരത്ത് വച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ആ മഹൽ വ്യക്തിത്വം ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങളെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുക എന്ന വലിയ ലക്ഷ്യത്തോടെയുള്ള വിപുലമായ പരിപാടിയാണ് ഈ വരുന്ന 2 ദിവസങ്ങളിലായി നടക്കുന്നത്. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ മഹത് വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കും. സയ്യിദ് അബ്ദുൾ റഹ്മാൻ ഷഹീർ അൽ ബുഖാരി, സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ അൽ ബുഖാരി, അബ്ദുൽ ഖാദർ മദനി, ഹസൻ കുഞ്ഞി മൽഹർ, NKM മൽഹരി ബലിഞ്ച എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ എഡ്യൂ ഫെസ്റ്റ് പരിപാടിക്ക് തുടക്കമായി. കാഞ്ഞങ്ങാട് ഗവൺമെന്റ് റീജിയൻ ഫിഷറീസ് ടെക്നിക് സ്കൂളിലാണ് ഫെസ്റ്റ് നടന്നത്. മത്സ്യമേഖലയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതകളും ജോലി സാധ്യതകളും കണ്ടെത്തുന്നതിനുള്ള ബോധവൽക്കരണങ്ങളാണ് എഡ്യൂ ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. 10ാം തരം ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് എഡ്യൂ ഫെസ്റ്റിൽ പങ്കെടുത്തത്. വിദ്യാർത്ഥികളുടെ ഉപരിപഠന സാധ്യതകൾ, വിദ്യാഭ്യാസ വായ്പ, വ്യക്തിത്വ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ എഡ്യൂ ഫെസ്റ്റിന്റെ ഭാഗമായി ക്ലാസുകൾ നടന്നു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ K പത്മനാഭൻ എഡ്യൂ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഈ സ്മാരകത്തിൽ പ്രോഗ്രാം നടത്തി നല്ല പാർട്ടിസിപ്പേഷൻ വളരെ ഇഷ്ടമായിരുന്നു. ഈ വർഷം കാസർഗോഡ് 10 പ്രോഗ്രാം നമ്മൾ നടത്തും. അതിൽ ആദ്യത്തെ പ്രോഗ്രാമാണ് ഇപ്പോൾ നടക്കുന്നത്. മാക്സിമം പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പരിപാടിയാണ് ഇനി അടുത്ത ഘട്ടത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ നമ്മളിരിക്കുന്നവരിൽ പലരും താഴ്ന്ന ക്ലാസ്സിലൊക്കെ വരുന്നത്. മത്സ്യ ബോർഡ് ഫിഷറീസ് ഓഫീസർ CP ഭാസ്കരൻ, KP ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ജോസ് P ലൂയിസ് അധ്യക്ഷനായി. PV സതീശൻ സ്വാഗതവും K രാഘവൻ നന്ദിയും പറഞ്ഞു. പ്രശസ്ത ഭൂജലശാസ്ത്രജ്ഞനായിരുന്ന K നാരായണൻ കാവുകോടി നിര്യാതനായി. അവസാന നാളുകളിൽ വരെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഭൂജല സർവേ നടത്തിയിരുന്ന ഇദ്ദേഹം ഭൂജല വകുപ്പിൽ ഉദ്യോഗസ്ഥനുമായിരുന്നു. എല്ലാ ജില്ലകളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രേമലതയാണ് സഹധർമ്മിണി. ശവസംസ്കാരം ശനിയാഴ്ച വീട്ടുവളപ്പിൽ നടന്നു. 64 വയസ്സായിരുന്നു. കുലച്ചിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള മത്സ്യബന്ധനം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ കടുത്ത എതിർപ്പിന് കാരണമാകുന്നു. ഈ മത്സ്യബന്ധന രീതിക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യവുമായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തി. കുലച്ചിൽ കൊണ്ടുള്ള മത്സ്യബന്ധനത്തിനെതിരെ തീരദേശ മേഖലയിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ എക്കാലത്തും ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിലും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും സജീവ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നാണ് ആക്ഷേപം. തൈക്കടപ്പുറത്ത് കടലിൽ ഒഴുകി നടന്ന കുരച്ചിലും കുപ്പിയും വലയും മത്സ്യത്തൊഴിലാളികൾ കരക്കെത്തിച്ചു. കുരച്ചിലിൽ കവണയുടെ മുട്ടകളും ചെറിയ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. കുരച്ചിലും വലയും ഉപയോഗിച്ച് മീൻ പിടിക്കുമ്പോൾ കണമത്സ്യത്തിന് മാത്രമല്ല കടലാമകൾക്കും വംശനാശ ഭീഷണി ഉണ്ടാകും എന്നാണ് പരിസ്ഥിതി പ്രവർത്തകനായ പ്രവീൺ കുമാർ ചൂണ്ടിക്കാട്ടുന്നത്.
ഒരു കുരച്ചലിൻ്റെ ലഭ്യത കുറയുന്ന സമയത്ത് പകരം പാഴ്വലകൾ ഉപയോഗിച്ചിട്ടാണ് ഒരു പല പ്രാവശ്യം കണവ മത്സ്യത്തെ പിടിക്കാനുള്ള കൃത്രിമ പാരുകൾ ഉണ്ടാക്കുന്നത്. കൃത്രിമ പാരുകൾ ഉണ്ടാക്കി കടലിൻ്റെ ആഴത്തിൽ നിക്ഷേപിച്ച് ഒരു GPS മാർക്ക് ചെയ്ത് തിരിച്ചൊരാഴ്ചയോ 10 ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പോൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സൂക്ഷ്മ സസ്യങ്ങളെയും അതുപോലെ സൂക്ഷ്മജീവികളെ ആഹരിക്കാൻ വേണ്ടി വരുന്ന കണവകൾ അതിൽ മുട്ടയിടുകയും ആ മുട്ട വിരിഞ്ഞ് അതിൻ്റെ കുഞ്ഞുങ്ങൾ അതിനടുത്തുണ്ടാവുകയും അതിൽ മുതിർന്ന കണവ അതിൻ്റെ അടുത്തുണ്ടാവുകയും ചെയ്യും. അതിൻ്റെ തൊട്ടടുത്ത് പോയിട്ട് അവർ ചൂണ്ടയിട്ടിട്ട് അതിൻ്റെ ബോഡി പാർട്ടിൽ കൊടുത്തിട്ടാണ് ഇതിന് പിടിക്കുക. പല പ്രാവശ്യവും മുമ്പ് ഇവർ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകുന്ന വലകൾ ഇവരുടെ ഉപയോഗത്തിന് ശേഷം കടലിൽ ഉപേക്ഷിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ തൊട്ട് കഴിഞ്ഞ വർഷം തന്നെ അത്തരം ഉപേക്ഷിക്കപ്പെട്ട വലകളിൽ പിടിക്കുന്ന കല്ലുമ്മക്കായ പോലുള്ള ഷെല്ലുള്ള ജീവികൾ ആഹരിക്കാൻ വേണ്ടിയിട്ട് ആമകൾ ഈ വലകളുടെ അടുത്തേക്ക് എത്തുകയും ഈ വലകളിൽ അവ കുടുങ്ങിയിട്ട് അവസ്ഥനിലയിൽ കരയിലേക്ക് വന്നടിയുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടായി. കുപ്പിയും വലയും കുരച്ചിലും ചേർന്ന് മത്സ്യം പിടിക്കുന്നത് തടയണമെന്ന ആവശ്യമാണ് പരിസ്ഥിതി പ്രവർത്തകരും ഉയർത്തുന്നത്. എഞ്ചിനുകളുടെ പ്രൊപ്പല്ലറിൽ വല കുടുങ്ങി എഞ്ചിന് തകരാറുണ്ടാകുന്നതായും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊട്ടിക്കലാശത്തിന് സമാധാനപരമായി സമാപനം. ഇനി നിശബ്ദ പ്രചരണം. 2-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക്. പി കരുണാകരൻ MPയെ വോർക്കാടിയിൽ തടഞ്ഞു. പരാജയ ഭീതി മൂലമെന്ന് കരുണാകരൻ. KM മാണി രാജിവെക്കേണ്ടതില്ലെന്ന് ജനതാദൾ U നേതാവ് MP വീരേന്ദ്രകുമാർ. മോദി സർക്കാർ വർഗീയത പടർത്തുന്നുവെന്നും വീരേന്ദ്രകുമാർ. കുഡ്ലു ബാങ്ക് കവർച്ച. 630 ഗ്രാം സ്വർണം കൂടി കണ്ടെടുത്തത് തമിഴ്നാട്ടിൽ നിന്ന്. സ്വർണം കോടതിയിൽ ഹാജരാക്കി. കള്ളവോട്ട് ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്ന് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ. തെരഞ്ഞെടുപ്പ് ചട്ടം കൃത്യമായി പാലിക്കണമെന്നും മുഖ്യവരണാധികാരി. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.